എന്തരാശന പാമ്പിനെ അന്വേഷിച്ച് തന്നെ വന്നത്? ഏത് മന്ത്രിയുടെ കസേര കുലുങ്ങിയത്? അതോ വല്ല സംസ്ഥാന സമ്മേളനം? ഒരു സംസ്ഥാനത്തിന്റെ ഭരണമല്ലേ മക്കളെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാമ്പ് വീട്ടിലുണ്ട്, വേഗം ചെല്ലി. ഉണ്ണിത്താ സാറിന് ഈ വഴിയെ കണ്ടിട്ട് കുറച്ചായല്ലോ. ഞാൻ കാണാറുണ്ട് പുറത്തൊക്കെ വെച്ച്. കുറച്ച് നാളുകളായി പാർട്ടിക്കാരുടെ കേസുകളൊന്നും എടുക്കാറില്ല. പിന്നെ സാറ് പറയുമ്പോ ഇത് നമുക്ക് വേണ്ടപ്പെട്ടൊരു പയ്യനാണ്. വാസുവിന് അറിയാമല്ലോ മന്ത്രി ഓഫീസിലെ കാര്യങ്ങള്. പയ്യൻ ജോയിൻ ചെയ്തിട്ട് ആഴ്ച 2-3 ഇതുവരെ മന്ത്രി ഒന്ന് വെടിപ്പായിട്ട് കാണാനും കൂടെ പറ്റിയിട്ടില്ല. തലപ്പത്തുള്ളവര് കാണാൻ സമ്മതിക്കില്ല. അത് പിന്നെ പൊന്നമ്പരാന്റെ കാലം പോലെ അത് അങ്ങനെ തന്നെ ആണല്ലേ. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ചാൻസ് ആണ്. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മന്ത്രി പിള്ളേരുടെ പാക്കറ്റിലിരിക്കും. ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം? അത് ഞാൻ പറഞ്ഞുതരാം വിശദമായി. അക്രമമാർഗം ഈ പാർട്ടിയുടെ നയമല്ല. അതേത് ഭാഗത്തുനിന്നുണ്ടായാലും മുഖം നോക്കാതെ സർക്കാർ നടപടിയെടുക്കും. അക്രമികളെ കർശനമായി നേരിടും. ഇന്ന് പാർട്ടി യോഗ സ്ഥലത്തുണ്ടായ അക്രമം ആസൂത്രിതമാണെന്ന് പറഞ്ഞാൽ മിനിസ്റ്റർക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്കുള്ള അറിവിനേക്കാൾ കൂടുതലായി എനിക്കൊന്നും അറിയില്ല. DGP വിളിക്കുന്നുണ്ട്, അത്യാവശ്യമായിട്ട് എന്തോ പറയണമെന്ന്. ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, മിനിസ്റ്റർ ഹിയർ. പാർട്ടി ജനറൽ ബോഡി നടക്കുന്നിടത്ത് തെമ്മാടികളെയും ക്രിമിനൽസിനെയും അറേഞ്ച് കൊണ്ടൊന്ന് പ്രശ്നം ഉണ്ടാക്കിയ താനാണോ? ചോദിച്ച കേട്ടില്ലേ? പാമ്പ് വാസു എന്ന് പറയുന്ന ഒരു 3rd റേറ്റ് ക്രിമിനലും താനുമായിട്ട് എന്താ ബന്ധം? കണ്ടുപോലെ തന്നെ മുന്നിൽ. യു ആർ സസ്പെൻഡഡ്. ഗെറ്റ് ഔട്ട്. ഐ സേ യു ഗെറ്റ് ഔട്ട്. ടേക്ക് ഹിം. സർ ഞാൻ ഇവനെ പോലീസുകാർക്ക് പിടിച്ചുകൊടുത്ത നിങ്ങളാണോ? എങ്കിൽ ഇവനെ അല്ല, എന്നെ അറസ്റ്റ് ചെയ്യണ്ടേ. അതെ, ഞാനാണ് കാലത്ത് പാർട്ടി മീറ്റിംഗിൽ നടന്നതിന്റെ ഒക്കെ പിന്നിൽ. ഇവനെ ഏൽപ്പിച്ചു മാത്രം. പട്ടൻ രവീന്ദ്രൻ വിസ്തരിച്ചിരിക്കുന്ന ഈ മന്ത്രി കസേര എങ്ങനെ ഉണ്ടായെന്ന് മന്ത്രി രവീന്ദ്രൻ അറിയണ്ടേ? ത്രിവർണ പതാകയും പിടിച്ച് വന്ദേ മാതരവും ചൊല്ലി ദണ്ഡയാത്ര നടത്തിയിട്ടല്ല നിങ്ങൾ ഈ മന്ത്രി ഉദ്യോഗം നേടിയത്. മുന്നണി വീതവും തലേണി ആള് വീതവുമായി 6 കോടി രൂപയാണ് ഇതിന്റെ മുതൽ മുടക്ക്. 6 കോടി. നിങ്ങൾക്കതിന്റെ ദണ്ഡ ഉണ്ടാവില്ല. പണം മുടക്കിയവരോട് സമാധാനം പറയേണ്ടതേ ഞാനാ. പാർട്ടി ജനറൽ ബോഡി എന്ന് പറഞ്ഞു വരുന്ന കുറച്ച് കതർക്കുപ്പായക്കാർക്ക് ഗ്രൂപ്പ് രാജി അന്വേഷണം എന്നൊക്കെ പറയാൻ പറ്റും. ഇന്ന് ആ യോഗം നടന്നിരുന്നെങ്കിൽ നിങ്ങൾ രാജി എഴുതി കൊടുത്ത് ഇറങ്ങി പോരേണ്ടി വന്നനെ. അതുണ്ടാവാതിരിക്കാൻ ഞാൻ ഇവനെ കൊണ്ട് അത് ചെയ്യിച്ചു. അത് വെടുപ്പോടെ അവൻ ചെയ്തു. അതിന്റെ പേരിൽ ഒരു പോലീസ് ഏമാനും ഒരു മന്ത്രി പുങ്കവനും അവനെ ഒരു ചുക്കും ചെയ്യില്ല. ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ബാല, നീ പോയി ആ സീറ്റിലിരിക്കെ. പറഞ്ഞത് കേട്ടില്ലേ?
ആ തൃപ്പൻ നമ്പൂരി ഒന്ന് ഫാക്ടറി ഫയൽ എന്നൊക്കെ പറഞ്ഞ് അലമ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു വിധത്തിൽ ഞാൻ അകത്ത് കൊണ്ടുപോയി ഇരുത്തി. പേടിക്കണ്ട, ആരും അറിഞ്ഞിട്ടും പറ്റൂല. ചായ ഇരിക്കണോ കഴിക്കാൻ വാഴയ്ക്ക പൊണ്ടെടുക്കട്ടാ? വേണ്ട. ഓ സംഗതി എന്തിരുന്ന് ഇത് 1,00,000 രൂപയുണ്ട്. അമ്മാവൻ അന്ന് 5 ലക്ഷത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ 50,000 രൂപയാണ്. കണക്ക് പറയല്ല, പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ പറഞ്ഞാൽ മതി. എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാം. വേണ്ട, എനിക്ക് പണം വേണ്ട. എന്റെ ഫയല് എനിക്കത് മതി. ഉണ്ണിത്തനാശൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഞാൻ നിസ്സഹായനാണ് അമ്മാവ. മന്ത്രിസഭ മാറാതെ ഈ ഫയലിന്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറയരുത്. ഇത്തവണ ഉത്തമന്റെ അമ്മയുടെ കെട്ടുതാലി വിറ്റിട്ടാ ഞാൻ വരുന്നത്. കടക്കാരുടെ ശല്യം കൊണ്ട് നാട്ടിൽ നിൽക്കാൻ വയ്യാതായി ബാല. എനിക്ക് എന്റെ ഫാക്ടറി തുറക്കണം. മോൻ ഏത് വഴിക്കെങ്കിലും ആ ഫയൽ എനിക്ക് ശരിയാക്കി തന്നെ. അമ്മാവന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നടക്കാത്ത കാര്യം ഏറ്റെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? വേണമെങ്കിൽ അമ്മാവൻ തന്ന 5 ലക്ഷം രൂപ ഞാൻ തിരിച്ചു തരാം എന്റെ കയ്യിൽ നിന്ന്. എന്നെ ചതിക്കരുത്. ഞാൻ ആ കാല് പിടിച്ച് പറയാ. അങ്ങനെയായ ഞാനും എന്റെ കുടുംബവും നല്ല വിഷം എന്ന് ചാകിയ നിവൃത്തിയുള്ളൂ. എന്തരമ്മാ ഇത്? പുറത്ത് ആളുകൾ നിൽക്കല്ലേ? പുറത്ത് ആളുകൾ അറിഞ്ഞ എന്തിന് നിങ്ങൾ ഇതെന്തിരി പറയണത്? എന്നെ ചതിക്കരുത്. ആരാര് ചതിക്കുന്നു? എന്തിനാ ഫയല് എന്റെ ജീവിതമാണ്. സർ, കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, പറയാം. ഇന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഗൺമാനോട് ഇങ്ങ് വരാൻ പറ. കാസർഗോഡ് നിന്ന് ഡെപ്യൂട്ടേഷൻ വന്ന ഒരു ശശിധരൻ പിള്ള. സർ. ബാലൻ സാർ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ടേബിളിലെത്തുന്ന ഒരു ഫയല് ഡെസ്പാച്ചിലെത്തിക്കാൻ ഗംഗാറിന് എത്ര ദിവസം വേണം? അത് തിരക്ക് കാണിക്കണ്ടെന്ന് മിനിസ്റ്റർ പറഞ്ഞു. മിനിസ്റ്റർ പറഞ്ഞു, ശരി. പക്ഷേ രാധാമണി മാഡം തന്നെ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞ എന്താണ്? അത് മിനിസ്റ്റർ പറഞ്ഞപ്പോ നിങ്ങൾ ഈ സിവിൽ സർവീസ് ടേബിൾ പൊളിറ്റിക്സ് ബാലനോട് കാണിക്കണ്ട. അണ്ടർ സെക്രട്ടറി ആയാലും ചീഫ് സെക്രട്ടറി ആയാലും ഇന്ന് ഓഫീസ് ടൈം കഴിയുന്നതിന് മുമ്പ് ആ ഫയലിന്റെ ടേബിളിൽ എത്തണം. മനസ്സിലാണോ? താനിപ്പം മനസ്സിൽ പറഞ്ഞത് എന്താണ് എന്നെനിക്കറിയാം. അയ്യോ സർ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ശരി, താൻ ചെല്ല്. ശശി എന്ന് ജോയിൻ ചെയ്തു? ഇന്നലെ. എന്നിട്ട് ഇന്നലെ കണ്ടില്ലല്ലോ? ഇവിടെ ഓഫീസിലുണ്ടായിരുന്നു. ഗൺമാന്റെ ജോലി ഓഫീസിലല്ല, ഇവിടെ മിനിസ്റ്റർ ഒപ്പമാണ്. അതറിയാവോ? അറിയാം സർ. എവിടെയാണ് താമസം? ഇന്ന് ക്വാർട്ടേഴ്സ് കിട്ടി. ഫാമിലിയെ കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട് സർ. വയ്ക്കോ. പിന്നെ മിനിസ്റ്റർ സ്റ്റാഫിലെ ജോലി ഒരു ലോക്കൽ സ്റ്റേഷനിലേക്കാൾ ഒരുപാട് കൂടുതലാണ്. കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞുതരാം, അങ്ങനെ ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ശശിക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി സർ. ആ